ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്ലാസ് 6 ആനുവൽ എക്സാമുമായി ഒരുപാട് വീഡിയോസ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ 2024 മാർച്ചിൽ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആൻസർ കീയും ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ കഴിയും. രണ്ട് പ്ലേലിസ്റ്റിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. രാധ ഇൻ ദ സ്റ്റോറി ദ ചാമ്പ് സേവ്ഡ് അമൻ ഫ്രം വാട്ടർ. രാധ അമനെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചു. ഓൾ ദ പീപ്പിൾ ഗാദേർഡ് ദർ കൺഗ്രാറ്റുലേറ്റഡ് രാധ. എല്ലാവരും ഒരുമിച്ച് കൂടി രാധയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. രഞ്ജിത്ത് റിപ്പോർട്ടഡ് ദ ഇൻസിഡൻറ്റ് ടു ദ ക്ലബ്ബ്. രഞ്ജിത്ത് ഈ ഒരു സംഭവം ക്ലബിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ദ ക്ലബ് മെമ്പേഴ്സ് ഡിസൈഡഡ് ടു ഹോണർ രാധ ആൻഡ് ഓർഗനൈസ്ഡ് എ ഫംഗ്ഷൻ ടു കൺഗ്രാറ്റുലേറ്റ് ഹെർ. അപ്പോൾ രാധയെ അഭിനന്ദിക്കാൻ അവർ തീരുമാനിച്ചു. റൈറ്റ് എ സ്പീച്ച് ഓഫ് ദ സെക്രട്ടറി ഓഫ് ദ ക്ലബ് കൺഗ്രാറ്റുലേറ്റിംഗ് രാധ. അപ്പോൾ രാധയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് ഒരു സ്പീച്ച് ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം ഡിയർ രാധ ആൻഡ് ക്ലബ് മെമ്പേഴ്സ് എന്നിട്ട് സ്പേസ് ഇട്ട് താഴെ വേണം എഴുതാൻ. ഡിയർ രാധ ആൻഡ് ക്ലബ് മെമ്പേഴ്സ്, ടുഡേ വി ആർ ഹിയർ ടു കൺഗ്രാറ്റുലേറ്റ് രാധ. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ടു കൺഗ്രാറ്റുലേറ്റ് രാധ, രാധയെ അനുമോദിക്കാനാണ്. എ വില്ലേജ് ഗേൾ ഹൂ കെയിം ഹിയർ ടു സ്പെൻഡ് ഹെർ വെക്കേഷൻ വിത്ത് ഹെർ ആൻറ്റീസ് ഫാമിലി. അവളിവിടെ വന്നത് അവളുടെ ആൻറ്റിയുടെ കുടുംബത്തോടൊപ്പം വെക്കേഷൻ ചെലവഴിക്കാനാണ്. ഓൺ ലാസ്റ്റ് സാറ്റർഡേ രഞ്ജിത്ത് ഫാമിലി വെൻറ്റ് ഫോർ എ പിക്നിക് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ യമുന. കഴിഞ്ഞ ആഴ്ച അവർ യമുനാ തീരത്ത് ഒരു പിക്നിക്കിന് പോയി. വെൻ ദ ചിൽഡ്രൻ വർ സ്വിമ്മിങ് ഇൻ ദ വാട്ടർ രാധ വാണ്ട് ദം ഫ്രം റീച്ചിങ് ദ ബോർഡർ വേർ ദ കറൻറ്റ് വാസ് വെരി സ്വിഫ്റ്റ്. അപ്പോൾ എല്ലാവരും നീന്തുകയായിരുന്നു. രാധ വാൺ ചെയ്തു. അവർ ബോൾഡറിൻ്റെ അടുത്തുനിന്ന് ഭയങ്കര ഒഴുക്കുള്ള സ്ഥലത്തുനിന്ന് അവർ നീന്തുകയായിരുന്നു. ബട്ട് ദേ ഡിഡിൻറ്റ് മൈൻഡ് ഹെർ വേർഡ്സ്. പക്ഷേ അവരാരും രാധയുടെ വാക്കുകളൊന്നും സ്വീകരിച്ചില്ല. ബട്ട് ദേ ഡിഡിൻറ്റ് മൈൻഡ് ഹെർ വേർഡ്സ്. സൂൺ അമൻ രഞ്ജിത്ത് ബ്രദർ കോട്ട് ഇൻ ദ കറൻറ്റ്. അങ്ങനെ ഇരിക്കെ അമൻ രഞ്ജിത്തിൻ്റെ സഹോദരൻ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പെട്ടുപോയി. ആൻഡ് ബീയിങ് ക്യാരിഡ് എവേ റാപ്പിഡ്ലി ടുവേർഡ്സ് ദ മിഡിൽ ഓഫ് ദ റിവർ. എന്നിട്ട് ഈ നദിയുടെ മധ്യഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഒഴുകിപ്പോയി. നോ വൺ ഡയർഡ് ടു സേവ് ഹിം. ആരും അവനെ രക്ഷിക്കാൻ ധൈര്യം കാണിച്ചില്ല. നോ വൺ ഡയർഡ് ടു സേവ് ഹിം. ബട്ട് ദിസ് ലിറ്റിൽ ഗേൾ ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. ആരും അന്താളിച്ച് നിൽക്കാന്നല്ലാണ്ട് ആരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയില്ല. നോ വൺ ഡയർഡ് ടു സേവ് ഹിം ബട്ട് ദ ലിറ്റിൽ ഗേൾ ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. പക്ഷേ ഈ ചെറിയ പെൺകുട്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ആൻഡ് സേവ്ഡ് അമൻ ബൈ റിസ്കിങ് ഹെർ ലൈഫ്. അവളുടെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവൾ അമൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ലെറ്റ്സ് ഗിവ് ഹെർ എ ബിഗ് അപ്ലോസ്. നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു കയ്യടി കൊടുക്കാം. രാധ വെൽ ഡൺ എന്ന് പറഞ്ഞാൽ താങ്ക് യു. ഓക്കെ, ഇതാണ് സ്പീച്ചിൻ്റെ രൂപം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രാധാസ് ഫ്രണ്ട് നീന ന്യൂ അബൌട്ട് ഹെർ ബ്രേവ്ലി ആക്ഷൻ ഫ്രം ദ ന്യൂസ് പേപ്പർ. രാധയുടെ ഫ്രണ്ട് നീന അവളുടെ ഈ സാഹസിക പ്രവൃത്തി ന്യൂസ് പേപ്പറിൽ നിന്ന് കണ്ടു. ഷി റോട്ട് എ ലെറ്റർ കൺഗ്രാറ്റുലേറ്റിംഗ് ഹെർ. അവളൊരു ലെറ്റർ എഴുതി. റൈറ്റ് ദ ലൈക്ലി ലെറ്റർ. ആ ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡേറ്റും അഡ്രസ്സും നമ്മൾ എഴുതണം. പിന്നെ ഒരു സല്യൂട്ടേഷൻ വേണം. നമ്മൾ നേരത്തെ സ്പീച്ചാണ് പറഞ്ഞത്, അന്നേരം നമ്മൾ സല്യൂട്ടേഷൻ മൈ ഡിയർ രാധ ആൻഡ് ക്ലബ് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നിൻ്റെയും തുടക്കം വ്യത്യസ്തമാണ്. ലെറ്ററിന് നമുക്കറിയാമല്ലോ, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറേ കാലമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പം ഡേറ്റും പ്ലേസും നിങ്ങൾ എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെ മൈ ഡിയർ രാധ സല്യൂട്ടേഷൻ. പിന്നെ കുശലാന്വേഷണം നമുക്ക് ചോദിക്കാം. ഹൗ ആർ യു? ഹോപ്പ് ദാറ്റ് യു ആർ എൻജോയിങ് ദ ഹോളിഡേയ്സ്. നീ ഹോളിഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യുകയെന്ന് വിചാരിക്കുന്നു. ഐ സോ യുവർ ഫോട്ടോ ഇൻ ദ ന്യൂസ് പേപ്പർ. ഞാൻ നിൻ്റെ ഫോട്ടോ പത്രത്തിൽ കണ്ടു. ഹൗ അഡ്വെഞ്ചറസ്ലി യു സേവ്ഡ് അമൻ ഫ്രം ഡ്രോണിങ്. നീ എത്ര സാഹസികമായിട്ടാണ് അമനെ മുങ്ങി താഴുന്നതിൽ നിന്ന് രക്ഷിച്ചത്.
യു ആർ സെലക്റ്റഡ് ഫോർ ദ പ്രസ്റ്റീജിയസ് നാഷണൽ ബ്രേവറി അവാർഡ്. നീ നാഷണൽ ബ്രേവറി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആറിൻറ്റ് യു? നീ തന്നെയല്ലേ? വി ആർ റിയലി പ്രൗഡ് ഓഫ് യു മൈ ഡിയർ. ഞങ്ങൾ നിന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. യു സ്പ്രെഡ് ദ നെയിം ഓഫ് അവർ ടൗൺ ഔട്ട്സൈഡ് യു പി ത്രൂ യുവർ ബ്രേവ് നീഡ്സ്. ഈ ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് നീ യു പിക്ക് പുറത്ത്, ഉത്തർപ്രദേശിൻ്റെ പുറത്തും നീ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് എത്തിച്ചു. ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് യു. ഞാൻ നിന്നെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. വെൻ വിൽ യു കം ബാക്ക്? നീ എന്നാ തിരിച്ചു വരിക? വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ യു. ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്താണ് അവസാനിപ്പിക്കണം, കൺക്ലൂഷൻ. യുവേഴ്സ് ലവ്ലി സൈൻഡ് ബൈ നീന. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. രാധയ്ക്ക് അവാർഡ് കിട്ടിയത് ന്യൂസ് പേപ്പറിൽ വന്നു. അപ്പോൾ നമ്മൾ അതിന് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണം, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഒരു ടൈറ്റിൽ, നല്ല അടിപൊളി ടൈറ്റിൽ കൊടുക്കണം. അത് കുറച്ച് ബോൾഡായിട്ട്, കുറച്ച് വലുപ്പത്തിൽ നമ്മൾ ഹെഡിങ് ആയിട്ട് എഴുതണം. ഇവിടെ ഹെഡിങ് കൊടുത്തിരുന്ന എ യങ് ഗേൾ ടു റിസീവ് നാഷണൽ ബ്രേവറി അവാർഡ്. ഓക്കെ. പിന്നെ നമ്മൾ എഴുതേണ്ടത് സ്ഥലവും അതേപോലെ ഡേറ്റുമാണ്. ഡൽഹി, August 15th. എ 13-year-old ഗേൾ ഹു ഷോഡ് exemplary courage in saving her cousin from the swift currents of Yamuna has been selected for the National Bravery Award by the President of India. The brave young girl named Radha is from a small hill town in the midst of the Humayun Hills in UP. She dared to risk her own life in the attempt to save the boy from the dangerous current. Evil time started when the stepmother and stepsisters came to her house. സിൻഡ്രല്ലയുടെ ചീത്ത സമയം ആരംഭിച്ചു എപ്പോഴാണ്? when the stepmother and stepsisters came to her house. She was made to do all the heavy works from morning to night, get up early in the morning, draw water, make the figs, cook and wash. അപ്പോൾ സിൻഡ്രല്ലക്ക് ഒരുപാട് കാര്യങ്ങൾ, ഹെവി വർക്ക്സ് രാവിലെ മുതൽ രാത്രി വരെ ചെയ്യേണ്ടി വരുന്നു. എല്ലാം അവൾ തന്നെ ചെയ്യണം. കിണറിൽ നിന്ന് വെള്ളം കോരണം, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം. ഇൻ ദ ഈവനിങ് ഷി വാസ് ക്വയറ്റ് ടയേർഡ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും അവൾ ക്ഷീണിച്ചിരിക്കും. ആഫ്റ്റർ ദ ഡേയ്സ് ഹാർഡ് വർക്ക് ഷി കുഡിൻ സ്ലീപ്പ്. മെനി തോട്ട്സ് കെയിം ടു ഹെർ മൈൻഡ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് രാത്രി കിടക്കാൻ തന്നെ കഴിയുന്നില്ല. പല വിചാരങ്ങളും അവളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. റൈറ്റ് ദ തോട്ട്സ് ഓഫ് സിൻഡ്രല്ല. സിൻഡ്രല്ലയുടെ തോട്ട്സ് എഴുതാനാണ്. ഓ ഗോഡ്, ഓ ദൈവമേ, ഐ ആം വെരി ടയേർഡ് ഫ്രം ദിസ് ഹെവി വർക്ക്. ഞാൻ വളരെ ക്ഷീണിതയാണ്. ഐ കാൺട്ട് സ്ലീപ്പ്. ഇഫ് മൈ മദർ വാസ് അലൈവ്. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മൈ ലൈഫ് വിൽ ബി ബെറ്റർ. എൻ്റെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. വൈ മൈ സ്റ്റെപ്പ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് ട്രീറ്റിംഗ് മീ ലൈക്ക് ദിസ്. ഇവരെന്താ എന്നോടിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഡിഡ് ഐ ഡു സംതിങ് റോങ്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? പ്ലീസ് ഗോഡ് സേവ് മീ ഫ്രം ഹിയർ. എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നത്. ഇതാണ് തോട്ട്സ്. അടുത്തൊരു കോൺവെർസേഷനാണ്. ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ വാസ് മിസ്സിങ്. അപ്പോൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിലെ ബോയ് മിസ്സിങ് ആണ്. വിത്തൗട്ട് ലൂസിങ് ഹോപ്പ് ഗ്രാൻഡ് ഫാദർ ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫാമിലി ടെമ്പിൾ ആൻഡ് സ്റ്റാർട്ടഡ് പ്രേയിങ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ ചെയ്തത്? വേഗം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ ബോയ്സ് അങ്കിൾ കെയിം. ആ സമയത്ത് ആ കുട്ടിയുടെ അങ്കിൾ വരികയാണ്. പ്രിപ്പയർ ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ അങ്കിൾ ആൻഡ് ഗ്രാൻഡ് ഫാദർ. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പം ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ്, എനി ന്യൂസ് ആയിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ? അങ്കിൾ, നോ, വി ഹാവ് സെർച്ച്ഡ് എവരിവർ. നമ്മളെല്ലാ സ്ഥലവും സെർച്ച് ചെയ്തു. ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ഇൻഫോം ദ പോലീസ്? നീ പോലീസിനെ അറിയിച്ചോ? അങ്കിൾ, യെസ്, ദേ ഹാവ് ഓൾറെഡി സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ ഹിം. അവർ ഇപ്പോഴേ തിരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ, ഐ ആം ഷുവർ ദാറ്റ് ഹി വിൽ റിട്ടേൺ സേഫ്ലി. അവൻ സുരക്ഷിതമായി ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഐ ആം ഷുവർ ദാറ്റ് ഹി വിൽ റിട്ടേൺ സേഫ്ലി. അങ്കിൾ, ഡോണ്ട് വറി, നത്തിങ് വിൽ ഹാപ്പൻ ടു ഹിം. ഗോഡ് വിൽ പ്രൊട്ടക്റ്റ് ഹിം. ഒന്നും വിഷമിക്കേണ്ട, അവനിക്കൊന്നും പറ്റില്ല, അവനെ ദൈവം കാത്തോളും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ, ഇൻഡീഡ്, തീർച്ചയായും. ഓക്കെ. ഇനി അടുത്തത് ഡിസ്ക്രിപ്ഷനാണ്. ഇൻ ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ, ദുർഗ ആൻഡ് അപ്പു റിയലി എൻജോയ്ഡ് ദ പിക്കിൾ ദേ ഹാവ് മെയ്ഡ്. അവർ എന്താണ്, അപ്പു ആൻഡ് ദുർഗയും എന്ത് ചെയ്തു? ആ മാംഗോ പിക്കിൾ ഉണ്ടാക്കി. ആഫ്റ്റർ റീഡിംഗ് ദ സ്റ്റോറി യു ഓൾസോ മൈറ്റ് ഹാവ് എൻ ഐഡിയ ഹൗ ടു പ്രിപ്പയർ ദ മാംഗോ പിക്കിൾ. ദ ഇൻഗ്രീഡിയൻസ് ആർ ഗിവൺ ബിലോ.
അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ മാംഗോ പിക്കിൾസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻ യുവർ ഓൺ വേർഡ്സ് ഹൗ ടു പ്രിപ്പയർ മാംഗോ പിക്കിൾ യു മേ ബിഗിൻ ലൈക്ക് ദിസ്, ടേക്ക് ടെൻഡർ മാംഗോസ്. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളോട് ഒരു മാംഗോ പിക്കിൾ എങ്ങനെ ഉണ്ടാക്കും എന്ന് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ലൈൻ അവിടെ തന്നിട്ടുണ്ട്, ടേക്ക് മാംഗോ ടെൻഡർ മാംഗോസ്. ബാക്കി നമ്മൾ എഴുതണം. ആൻഡ് ചോപ്പ് ദം ഇൻ ടു സ്മോൾ ക്യൂബ്സ്, ചെറുതായി നമ്മൾ കട്ട് ചെയ്യുക. ദെൻ ഹീറ്റ് ദ പാൻ ചൂടാക്കുക. പോർ സം ഓയിൽ ഒഴിക്കുക. വെൻ ദ ഓയിൽ ഈസ് ഹോട്ട് ആഡ് മസ്റ്റാർഡ് സീഡ്സ്, ഓയിൽ ചൂടായി വരുമ്പോൾ കടുകിടുക. കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, ഫൈൻലി ചോപ്ഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക്. സോട്ട് ടിൽ ദ റോ സ്മെൽ ഗോസ്, അതിൻ്റെ റോ സ്മെല്ല് പോകുന്ന വരെ അതിനെ നമ്മൾ സോട്ട് ചെയ്യുക. ആഡ് മാംഗോ പീസ്, salt and pour some water and bring it to boil. Remove pan from the stove and allow it to cool. Transfer it into a bowl. Now the pickle is ready. Place the lid on. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് അടുത്തൊരു തോട്ട്സ് എഴുതാം. Read the passage from the story Cinderella. Stepmother and stepsisters took away Cinderella's pretty dresses and forced her to put an old grey one. They also gave her wooden shoe to wear. They laughed at her and sent her to the kitchen. There she was made to do heavy work from morning to night. She was very unhappy and her mind was filled with the thoughts of her mother. Write the thoughts of Cinderella. അപ്പോൾ എന്താണ് സിൻഡ്രല്ലയുടെ തോട്ട്സാണ് ഇത്. വേറൊരു തോട്ട്സാണ്, അതായത് സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും ഒക്കെ പാർട്ടിക്ക് പോവുകയാണ്. അവൾക്ക് നല്ല ഡ്രസ്സിന് പകരം ഒരു ചീത്ത പഴകിയ ഒരു ഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ അവൾ വിചാരിക്കുകയാണ് അമ്മയുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഷി വാസ് അൺഹാപ്പി ആൻഡ് ഹെർ മൈൻഡ്സ് വാർ ഫിൽഡ് വിത്ത് ദ തോട്ട്സ് ഓഫ് ഹെർ മദർ. അവൾ ഭയങ്കര ദുഃഖിതയായി അവൾ അമ്മയെ പറ്റി ആലോചിക്കുകയാണ്. അപ്പോൾ അവൾ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ട്. ഐ വിഷ് മോം വേർ എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇഫ് ഷീ വാസ് ഹിയർ ഐ വുഡ് ബി ഏബിൾ ടു ഗോ ടു ദ ബോൾ. ഇപ്പോൾ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പാർട്ടിക്ക് പോകാമായിരുന്നു. ഷീ വുഡ് ഹാവ് ബോട്ട് മീ എ ബോൾ ഗൗൺ ആൻഡ് ജ്വല്ലറി. നല്ല ഗൗണും അതേപോലെ ജ്വല്ലറീസൊക്കെ അമ്മ എനിക്ക് വേണ്ടി മേടിക്കുമായിരുന്നു. ഷീ വുഡ് ബി ഹാപ്പി ടു സീ മീ അറ്റ് ദ പാലസിൽ കാണാനൊക്കെ എന്നെ അവിടെ കാണാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷീ വുഡ് ലവ് മീ ആൻഡ് ഐ വുഡ് നെവർ ബി അൺഹാപ്പി ഇൻ മൈ ലൈഫ്. എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുമായിരുന്നു, ഞാൻ ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുമായിരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് എഡിറ്റിംഗ് ആണ്. അറ്റ് ദാറ്റ് മോമെൻറ്റ് അങ്കിൾ റിട്ടയർഡ്. ഇവിടെ അറ്റിന് എന്താ പ്രത്യേകത? അറ്റ് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ അറ്റ് നമ്മൾ ക്യാപിറ്റൽ എഴുതിയും. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പൺ അറ്റ് ഹോം. വാട്ട് വാസ് ഹാപ്പനിങ് ആണ്, എന്താണ് വീട്ടിൽ നടക്കുന്നത്. വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഈ ലുക്കല്ല ലുക്ക്ഡ് ആണ്. ലുക്ക്ഡ് അറൗണ്ട് പാസ്റ്റ് ടെൻസ് ആണ് എഴുതേണ്ടത്. ഗസ്റ്റ് വേർ വാസ് ഐ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും. വാസ് ആയി നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലെന്താ തെറ്റ്, ഇതെന്താണ് വേർഡിൻ്റെ ഓർഡർ തിരിച്ചിട്ടിട്ടാണ്. അപ്പോൾ ഐ വാസ്, വേർ ഐ വാസ്. ഈ കെയിം ടു ദ കൗഷഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ, സെൻറ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ, വേർഡ് ഓർഡർ തിരിച്ചും മറിച്ചും കൊടുത്തത്, ഇതൊക്കെ ആയിരിക്കും അധികവും എഴുതുക. മൂന്ന് കാര്യങ്ങൾ എന്തായാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ബാക്കി രണ്ടും മാറി മാറി വരാം. അതുകൊണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രാജാസ് ഗ്രാൻഡ് ഫാദർ ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് രാജാസ് ബർത്ത്ഡേ അറ്റ് ഹിസ് ഹൗസ്. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ്. യൂസ് ദ ഹിൻസ് ബിലോ. ഡേറ്റ് 24th December 5 PM രാജാസ് ഹൗസ്. ഓക്കെ, അപ്പോൾ രാജാസ് ഹൗസിൻ്റെ രാജാസ് ബർത്ത്ഡേ ആണ്. അപ്പോൾ സെലിബ്രേഷനാണ്. കോർഡർലി ഇൻവൈറ്റ്സ് ടു യു ടു ദ രാജാസ് ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ പ്ലേസും ഡേറ്റൊക്കെ അവിടെ തന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ എഴുതിയാൽ മതി, കളർഫുള്ളാക്കുക. ഓക്കെ, ഇനി വേറൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ദ എർത്ത് ബിലോങ്സ് ടു ഓൾ ക്രിയേച്ചേഴ്സ്. സി ഹൗ മെൻ ആൻഡ് ആനിമൽസ് ലിവ് ടുഗദർ. ഡിസ്ക്രൈബ് ദ പിക്ചർ. അപ്പോൾ പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. ദർ ഇസ് എ സ്മോൾ ഹൗസ് നിയർ ദ റിവർ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ലാൻഡ് വിത്ത് മെനി ട്രീസ്. എ നമ്പർ ഓഫ് ബേർഡ്സ് ആൻഡ് animals are there. Ducks are swimming in the river. There is a man rowing canoe. The hen and chicks are clucking in the mango tree full of mango. Squirrels are eating. There is a dog to protect the house. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഡയറി റൈറ്റിംഗ് ആണ്. ഡോക്ടർ ഹൊവാർഡ് കെല്ലി പെയ്ഡ് ദ ബിൽ ഫോർ ദ വുമൺ ഇൻ ദ സ്റ്റോറി. എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഷീ റെഡ് ദ വേർഡ്സ് ഇൻ ദ ബിൽ. പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 glass of milk.
Tears of joy flooded her eyes. She wrote a diary entry on that day. Writes the diary entry. ഹൊവാർഡ് കെല്ലി ആ വുമൻ്റെ ബില്ല് മുഴുവൻ അടയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഒരു ബില്ലിൽ ഒന്ന് എന്താ എഴുതിയത്, പെയ്ഡ് ഇൻ ഫുൾ വിത്ത് 1 ഗ്ലാസ് ഓഫ് മിൽക്ക്. അപ്പം അവരുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവർ ആ ദിവസത്തെ ഡയറി എഴുതാണ്. ഡയറി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡേറ്റ് നിർബന്ധമായി എഴുതണം, ദിവസത്തിൻ്റെ പേരും എഴുതണം. വാട്ട് എ ഗ്രേറ്റ് ഡോക്ടർ, ഹി സ്റ്റിൽ റിമെമ്പേഴ്സ് ദാറ്റ് സിമ്പിൾ ഇൻസിഡൻറ്റ്. ഐ ഹാവ് ഫോർഗോട്ടൺ ഇറ്റ് ഇയേഴ്സ് എഗോ. ഹൗ സ്വീറ്റ് ഹിസ് റിവെഞ്ച് ഈസ്. I wish I had a son like Dr. Kelly. He is not only a good doctor but also a great man. We want doctors like Dr. Kelly. I will ever remember in my life. ഇനി അടുത്തത്, the woman in the story, a glass of milk, got discharged from the hospital. She returned home days past. It was her 70th birthday. She received a birthday message from Dr. Howard Kelly. What would the message do? കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അവരുടെ ബർത്ത്ഡേ ആണ്, 70th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ബർത്ത്ഡേ മെസ്സേജ് ഡോക്ടർ ഹവാർഡ് കെല്ലിയിൽ നിന്നും കിട്ടി. അതെന്തായിരിക്കും? ഓക്കെ. My dear auntie, wish you happy birthday. When you celebrate your 70th birthday, I shall pray for you. May the Almighty shower on you His choicest blessings for many more years. Love, Dr. Howard Kelly. ഇനി അടുത്തത് സൈൻ ബോർഡ്സ് ഉണ്ടാക്കാനാണ്. രാജ ആൻഡ് ഹിസ് അങ്കിൾ വെൻറ്റ് ഔട്ട് ഫോർ എ വാക്ക്. രാജയും അവൻ്റെ അങ്കിളും ഒരു വാക്കിന് പോയി. ഓൺ ദ വേ ദേ സോ എ റോഡ് ആക്സിഡൻറ്റ്. അപ്പോൾ അവിടെ എന്ത് കണ്ടു? ഒരു റോഡ് ആക്സിഡൻറ്റ് കണ്ടു. അങ്കിൾ സെഡ്, പീപ്പിൾ ഡോണ്ട് ഫോളോ ട്രാഫിക് റൂൾസ്, ദിസ് ലെഡ് ടു ആക്സിഡൻറ്റ്സ്. അപ്പോൾ അങ്കിൾ എന്താ പറഞ്ഞത്? ആളുകളൊന്നും ട്രാഫിക് നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, അതുകൊണ്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ദ ടോക്ക്ഡ് അബൌട്ട് സം സൈൻ ബോർഡ്സ് ബിഫോർ സോ ലോങ് അലോങ് ദ റോഡ്സ്. അപ്പോൾ അവർ സൈൻ ബോർഡ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 2 സൈൻ ബോർഡ് എഴുതാനാണ്. ഇവിടെ നോക്കൂ, ഗിവ് വേ ടു പെഡസ്ട്രിയൻസ്. ഇതൊരു സൈൻ ബോർഡാണ്. ആക്സിഡൻറ്റ് സോൺ ഗോ സ്ലോ. ഓക്കെ. ഇനി അടുത്ത തോട്ട്സ് ആണ്. ഐ കാൺ ചീറ്റ് എനിബഡി ആസ് യു ഡിഡ്. നിങ്ങൾ ചെയ്ത പോലെ എനിക്ക് ആരെയും ചീറ്റ് ചെയ്യാൻ പറ്റില്ല. മൈ ഫാദർ ടോട്ട് മീ നോട്ട് ടു ഹാം എനിബഡി. എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് ആരെയും ഉപദ്രവിക്കരുത് എന്നാണ്. ടേക്ക് യുവർ റിങ്സ് ബാക്ക്. നിങ്ങളുടെ മോതിരം നിങ്ങൾ തന്നെ എടുത്തോളൂ. സെഡ് കാർല ടു ദ മർച്ചൻറ്റ്. ദ മർച്ചൻറ്റ് ഫെൽറ്റ് സോറി ഫോർ ഹിസ് ഗ്രീഡിനെസ്. ഹി ഹാഡ് മെയ്ഡ് കാർല ഫോർ ഹെർ കവർനെസ്. റൈറ്റ് ദ മർച്ചൻറ്റ്സ് തോട്ട്. എന്തായിരിക്കും മർച്ചൻ്റ് അന്നേരം വിചാരിച്ചിട്ടുണ്ടാവുക? അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്തായിരിക്കും? ഐ ഡിഡ് സിവിയർ മിസ്റ്റേക്ക് ഔട്ട് ഓഫ് ദി ഗ്രീഡ്നെസ്. എൻ്റെ അത്യാഗ്രഹം മുതൽ ഞാൻ ഭയങ്കരമായ തെറ്റുകളൊക്കെ ചെയ്തു. നൗ ദിസ് ഗേൾ ഓപ്പൺഡ് ബൈ മൈ ഐസ്. ഈ കുട്ടിയാണ് എൻ്റെ കണ്ണു തുറപ്പിച്ചു. ഫ്രം നൗ ഐ വിൽ ബി എൻ ഓണസ്റ്റ് മാൻ. ഇന്ന് മുതൽ ഞാനൊരു നല്ല മനുഷ്യനാണ്, നല്ല സത്യസന്ധതയുള്ള മനുഷ്യനാണ്. ഐ വിൽ ഗീവ് ബാക്ക് ദ പുവർ ഫാമേഴ്സ് വാഗൺ. അയാളുടെ വാഗണൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഐ വിൽ നെവർ ചീറ്റ് എനിബഡി. ഞാൻ ഇനി ഒരാളെയും ചീറ്റ് ചെയ്യില്ല. ഓക്കെ. ഇനി അടുത്തത് എഡിറ്റ് ദ പാസേജ് ആണ്. വൺ ഡേ ദേ സ്റ്റാർട്ടുള്ളിടത്ത് എന്താണ്? സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നാണ് വേണ്ടത്. സ്റ്റാർട്ടഡ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് നൂൺ ദേ വിൽ were at a beautiful. ഇവിടെ ബ്യൂട്ടിഫുള്ളിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. എന്താണ് സ്പെല്ലിംഗ്? BEAUTIFUL. ഓൺ ദ ബാങ്ക്സ് ഓഫ് യമുന. ഇവിടെ യമുന എന്താക്കുന്നത്? ഷുഡ് ബി എ ക്യാപിറ്റൽ ലെറ്റർ. യമുന ക്യാപിറ്റൽ ലെറ്റർ ആവണം. ഒരു റിവറിൻ്റെ പേരാണല്ലേ ഒരു ദിസ് വാസ് പ്ലേസ്. ദിസ് പ്ലേസ് വാസ്. വേർഡ് ഓർഡർ തെറ്റിച്ചാണ്. ഇവിടെ നേരത്തെ ഒരു എഡിറ്റിങ്ങിൽ നമ്മൾ വേർഡ് ഓർഡർ തെറ്റിച്ചിട്ട് ഉള്ളതെന്ന് കണ്ടിരുന്നു. അപ്പോൾ ദിസ് വാസ് പ്ലേസ് എന്നുള്ളത് ദിസ് പ്ലേസ് വാസ് അറ്റ് ദ ഫുഡ് ഹിൽസ് ഓഫ് ശിവാലിക് ആൻഡ് ബ്ലൂ വാട്ടർ ഓഫ് ദ റിവർ വാസ് ക്രിസ്റ്റൽ ക്ലിയർ. ഇത്രയാണ് എഡിറ്റിംഗ്. ഓക്കെ.